വളരെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ആണ് ഇവിടെ പറയുന്നത്. പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒന്ന്, ഹോൾസെയിലായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് 100 രൂപ, 125, 150 രൂപ മാക്സിമം പെർ kg കൊടുക്കേണ്ടി വരും. ഇതേ പ്രോഡക്റ്റ് നമുക്ക് റീപാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. റീപാക്ക് ചെയ്ത് വിൽക്കുമ്പോൾ നമ്മൾ 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം, 500 ഗ്രാം അങ്ങനെ പാക്കറ്റുകളിലായിരിക്കും വിൽക്കുന്നത്. ഈ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 900 രൂപ തൊട്ട് 1200 രൂപ വരെ പെർ kg വിൽക്കാൻ പറ്റും. ഇവിടെ രണ്ട് രീതിയിലുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ നമ്മൾ ഷോപ്പുകളിലൂടെ വിൽക്കേണ്ടി വരും. നമുക്ക് 1/2 കിലോ, 1 കിലോ അങ്ങനെയുള്ള പാക്കറ്റുകൾ നമുക്ക് ഹോട്ടൽ, റെസ്റ്റോറന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ഇതേ പ്രോഡക്റ്റ് നമുക്ക് സ്വയം വീട്ടിൽ ഉണ്ടാക്കി നമുക്ക് വിൽക്കാൻ പറ്റും. അതായത് ആദ്യത്തെ പ്രോഡക്റ്റ് നമ്മൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇനി അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ, മായം കലർന്നിട്ടുണ്ടോ എന്നൊക്കെ സംശയം തോന്നിയാൽ, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല, ഇതൊരു ഫുഡ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകാറില്ല. ഇനി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫ്രഷ് ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങിച്ച് അത് മേക്ക് ചെയ്ത് നമുക്ക് പാക്കറ്റിലാക്കി നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. അധികം തുകയൊന്നും ഇതിന് മുടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഒരു 20,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രോഡക്റ്റ് നന്നായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കേരളത്തിൽ നല്ല രീതിയിൽ വിജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കേരളത്തിന്റെ പുറത്തും ഇത് വിജയിക്കും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഏതാണ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എവിടെയാണ് ഇത് ഹോൾസെയിൽ കിട്ടുന്നത്, എവിടെയാണ് ഇത് റീറ്റെയിൽ വിൽക്കുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ പ്രോഡക്റ്റ് ആണ് കറി ലീവ്സ് പൗഡർ, കറിവേപ്പില പൗഡർ. കറിവേപ്പിലയുടെ നിങ്ങൾക്കറിയാം കിട്ടാനുണ്ട് ഇഷ്ടം പോലെ, പക്ഷെ അത് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചില സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് കറിവേപ്പില കിട്ടണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ നമ്മളുടെ കറികൾക്കെല്ലാം കറിവേപ്പില നിർബന്ധവുമാണ്. അങ്ങനെ വരുമ്പോൾ, അതായത് ഓഫീസ് ഗോയിങ് പീപ്പിളിന്, സമയമില്ലാത്തവർക്ക് ഇതിന്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 ഗ്രാം കറിവേപ്പിലയുടെ പൗഡർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 1-2 ആഴ്ച അത് മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സോഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നത്. ഈ കറിവേപ്പിലയുടെ പൗഡർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും. അത് വാങ്ങിക്കൊണ്ടുവന്ന് നമുക്ക് വെയിലത്തുണക്കി അത് നന്നായിട്ട് പൊടിച്ച് നമുക്ക് പാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. കുറച്ച് ടഫാണ് പരിപാടി. എന്നാൽ ജെന്യുവൻ ആയിട്ട് ഇത് പൗഡർ ആക്കി കിട്ടുന്ന സ്ഥലങ്ങളും തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ നമുക്കൊന്ന് ഡീറ്റെയിൽ നോക്കാം. അതിന്റെ റേറ്റ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 185 രൂപ കിലോ, 100 രൂപ കിലോ, 150 രൂപ കിലോ, 170 രൂപ കിലോ, 130 രൂപ കിലോ, 160, 70 രൂപ, വെറും 70 രൂപ കിലോ, അങ്ങനെ ഒരുപാട് ഇത് കിട്ടാനുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ കയറി നോക്കാവുന്നതാണ്. ജെന്യുവൻ ആയിട്ടുള്ള പാർട്ടി ആണെങ്കിൽ മാത്രം ഡീൽ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതേ സാധനം നമുക്ക് ഓൺലൈനിൽ കിട്ടും. രണ്ട് രീതിയിൽ കിട്ടും. ഒന്ന് ഫുഡ് പർപ്പസിന് വേണ്ടി കിട്ടും, രണ്ട് ഹെയർ കെയർ പർപ്പസിന് വേണ്ടി കിട്ടും. ഇതിന്റെ ഹെയർ കെയറും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഫുഡ് പർപ്പസ് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, ഹെയർ കെയർ പർപ്പസ് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അവിടെ കിട്ടുന്ന 100 ഗ്രാമിന് 189 രൂപ, 200 ഗ്രാമിന് 169 രൂപ, 200 ഗ്രാമിന് 180 രൂപ, ഇങ്ങനെ പല രീതിയിൽ അവിടെ വിൽക്കപ്പെടുന്നുണ്ട്. 100 ഗ്രാമിന് 199 രൂപ, അതായത് 2000 രൂപ പെർ kg വരെ ഈ സാധനം വിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 900 തൊട്ട് 1200 വരെ നമുക്ക് വിൽക്കാൻ പറ്റുമെന്നാണ്. അതായത് നമ്മളുടെ 100 ഗ്രാം പാക്കറ്റിന് നമുക്കൊരു 90 തൊട്ട് 120 രൂപ വരെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇതിന്റെ ലിങ്കും നമ്മളുടെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ ആരോ കാണിക്കുന്നിടത്ത് കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ കയറി വേണമെങ്കിൽ സിംഗിൾ പാക്കറ്റ് വാങ്ങിച്ചു നോക്കാവുന്നതാണ്. ഈ കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഡയറക്റ്റ് ഡ്രൈ ചെയ്ത പൗഡറാണ്. അപ്പോൾ രണ്ട് പർപ്പസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഒരു പ്രശ്നവുമില്ലാതെ അതിന്റെ അരോമ, അതിന്റെ ഗുണങ്ങൾ അതുപോലെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാം. അതുകൂടാതെ നമ്മളുടെ തലമുടിയുടെ വളർച്ചയ്ക്ക് വലിയ ഒരു സഹായം ചെയ്യുന്ന കാര്യമാണ് ഇത്. അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഫുഡ് പ്രോഡക്ട്സ് ആണ്, അതുകൊണ്ട് തന്നെ FSSAI, അതായത് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്ത് വെച്ചുകൊണ്ട് മാത്രം ഇത് ചെയ്യുക. കൂടാതെ നമ്മളുടെ സർക്കാർ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള മൈക്രോ നാനോ ബിസിനസ്സുകൾക്ക് പറഞ്ഞിട്ടുള്ള സർവ്വവിധ ലൈസൻസുകളും കാര്യങ്ങളും ഒക്കെ എടുക്കണം. ഇപ്പോൾ 3 വർഷത്തേക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇത് എടുത്തു വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം 3 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് എടുക്കണം. ഇപ്പോഴേ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ആ എക്സ്പീരിയൻസ് കൂടെ, നമുക്ക് ആ പീരീഡ് കൂടെ ഒരു സീനിയോറിറ്റി ആയിട്ട് നമുക്ക് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.